ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ. പ്രധാന വാർത്തകൾ. അസമിൽ വടക്കുകിഴക്കൻ മേഖലയെ പരസ്പരം ബന്ധിപ്പിക്കുന്ന വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം തുടക്കം കുറിക്കും. കേരളത്തിൽ ഊർജ്ജ നഗര മേഖലകളിലെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നാളെ നിർവഹിക്കും. വിദ്യാർത്ഥികളുമായുള്ള പരീക്ഷാ പേ ചർച്ചയിൽ അധ്യാപകരും രക്ഷകർത്താക്കളും പങ്കെടുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ ജന്മവാർഷിക ദിനത്തിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ ആത്മീയാചാര്യന് പ്രണാമമർപ്പിച്ചു. രാജ്യത്ത് 94 ലക്ഷത്തിൽ പരം പേർക്ക് കോവിഡ് വാക്സിൻ നൽകിയതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. രോഗമുക്തി നിരക്ക് 97.3%. ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസിൽ ജപ്പാന്റെ നവോമി ഒസാക്ക ഫൈനലിൽ. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുമായുള്ള സമ്പർക്കം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന മഹാബാനു ബ്രഹ്മപുത്ര പദ്ധതിക്ക് തുടക്കമാവുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടന ചടങ്ങുകൾ പുരോഗമിക്കുന്നു. അസമിലെ ധൂബ്രി ഫുൽബാരി പാലം, മജൂലി പാലം തുടങ്ങിയവയുടെ തറക്കല്ലിടലും പ്രധാനമന്ത്രി വീഡിയോ കോൺഫറൻസിംഗിലൂടെ നിർവഹിക്കും. കേന്ദ്രമന്ത്രിമാരായ നിതിൻ ഗഡ്കരി, മൻസൂഖ് മാണ്ഡവ്യ, ജിതേന്ദ്ര സിംഗ്, അസം മുഖ്യമന്ത്രി സർബാനന്ദ് സോനോവാൾ, മേഘാലയ മുഖ്യമന്ത്രി കൊൻറാഡ് കെ സാങ്മ എന്നിവർ പങ്കെടുക്കും. മഹാബാനു ബ്രഹ്മപുത്ര പദ്ധതി അസമിന്റെ വികസന വഴിയിൽ സുപ്രധാനമായ ഒരു വഴിത്തിരിവായിരിക്കുമെന്ന് പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു. കേരളത്തിൽ ഊർജ്ജ നഗര മേഖലകളിൽ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും സുപ്രധാന പദ്ധതികളുടെ ശിലാസ്ഥാപനവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നിർവഹിക്കും. വീഡിയോ കോൺഫറൻസിംഗിലൂടെയാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി അഞ്ജു. 320 കിലോവാട്ട് പുഗലൂർ തൃശൂർ വൈദ്യുതി പ്രസരണ പദ്ധതിയാണ് ഉദ്ഘാടനം ചെയ്യുന്ന പ്രധാന പദ്ധതി. 5070 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ശൃംഖല പ്രവർത്തന സജ്ജമാകുന്നതോടെ പടിഞ്ഞാറൻ മേഖലയിൽ നിന്ന് 2000 മെഗാവാട്ട് വൈദ്യുതി കേരളത്തിലെത്തിക്കാനാവും. 50 മെഗാവാട്ട് കാസർഗോഡ് സൌരോർജ്ജ പദ്ധതിയും പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. തിരുവനന്തപുരത്ത് സംയോജിത നിർദ്ദേശ നിയന്ത്രണ കേന്ദ്രത്തിനും പ്രധാനമന്ത്രി തറക്കല്ലിടും. 94 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന കേന്ദ്രത്തിന് തിരുവനന്തപുരം നഗരസഭയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാവും. അരുവിക്കര ജലശുദ്ധീകരണ പ്ലാന്റിന്റെ ഉദ്ഘാടനവും തിരുവനന്തപുരത്തെ സ്മാർട്ട് റോഡ് പദ്ധതിയുടെ ശിലാസ്ഥാപനവുമാണ് മറ്റ് രണ്ട് പ്രധാന പരിപാടികൾ. അമൃത് ദൌത്യത്തിന് കീഴിൽ നിർമ്മിച്ച ജലസംസ്കരണ പ്ലാന്റ് തിരുവനന്തപുരത്തെ കുടിവെള്ള വിതരണ സൌകര്യം മെച്ചപ്പെടുത്തും. 427 കോടി രൂപ ചെലവിൽ ഏറ്റെടുക്കുന്ന സ്മാർട്ട് റോഡ് പദ്ധതി തിരുവനന്തപുരത്തെ 37 കിലോമീറ്റർ റോഡുകളെ ലോകോത്തര നിലവാരത്തിലുള്ളതാക്കി മാറ്റും. ന്യൂസ് ഡെസ്ക് ആകാശവാണി. വിശ്വഭാരതി സർവകലാശാലയുടെ ബിരുദദാന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അഭിസംബോധന ചെയ്യും. വിശ്വഭാരതിയിലെ 2535 വിദ്യാർത്ഥികൾ ചടങ്ങിൽ ബിരുദം സ്വീകരിക്കും. വീഡിയോ കോൺഫറൻസിംഗിലൂടെ നടക്കുന്ന ചടങ്ങിൽ പശ്ചിമബംഗാൾ ഗവർണർ ജഗ്ദീപ് ധൻകർ, കേന്ദ്രമന്ത്രി രമേശ് പൊക്രിയാൽ നിഷാങ്ക് എന്നിവർ പങ്കെടുക്കും. വിദ്യാർത്ഥികളുമായി നടത്തുന്ന പരീക്ഷാ പേ ചർച്ചയിൽ അധ്യാപകരും രക്ഷകർത്താക്കളും പങ്കെടുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചർച്ചയിൽ അധ്യാപകരെയും രക്ഷകർത്താക്കളെയും ഉൾപ്പെടുത്തണമെന്ന് പൊതു ആവശ്യം ഉയർന്നിരുന്നതായി പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു. ഓൺലൈനായി നടക്കുന്ന ചർച്ചയിൽ ലോകമെമ്പാടുമുള്ള വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്യുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒമാൻ സുൽത്താൻ ഹൈതം ബിൻ താരിഖുമായി ടെലിഫോണിൽ ആശയവിനിമയം നടത്തി. ഇന്ത്യ ഒമാന് കോവിഡ് വാക്സിൻ നൽകി സഹായിച്ചതിൽ സുൽത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി അറിയിച്ചു. കോവിഡ് മഹാമാരിക്കെതിരെ പരസ്പര സഹകരണം മെച്ചപ്പെടുത്താമെന്ന് ഇരു നേതാക്കളും സമ്മതിച്ചു. അധികാരത്തിൽ 1 വർഷം പൂർത്തിയാക്കിയ ഒമാൻ സുൽത്താനെ ശ്രീ നരേന്ദ്രമോദി അഭിനന്ദനം അറിയിച്ചു. ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ ജന്മവാർഷിക ദിനത്തിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ ആദരാഞ്ജലി അർപ്പിച്ചു. ലോകത്തെ പ്രബുദ്ധമാക്കിയ ആത്മീയ നേതാവായിരുന്നു പരമഹംസനെന്ന് ശ്രീ അമിത്ഷാ പറഞ്ഞു. രാജ്യത്തെ ഒന്നിപ്പിക്കുന്നതിൽ പരമഹംസന്റെ ഉദ്ബോധനങ്ങൾ സുപ്രധാന പങ്കാണ് വഹിച്ചത്. പരമഹംസന്റെ ചിന്തകൾ തലമുറകൾക്ക് പ്രചോദനമാണെന്ന് ശ്രീ അമിത്ഷാ പറഞ്ഞു. കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ രാമകൃഷ്ണ പരമഹംസന് പ്രണാമമർപ്പിച്ചു. ബിജെപിയുടെ 5ാമത്തെയും അവസാനത്തെയും ഘട്ട പരിബർത്തൻ യാത്ര കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പശ്ചിമബംഗാളിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. ദക്ഷിണ പർഗണാസ് ജില്ലയിലെ ഇന്ദിരാ മൈതാനിലാണ് പരിപാടി. പശ്ചിമബംഗാളിലെ 294 നിയോജക മണ്ഡലങ്ങളിലൂടെയാണ് പരിബർത്തൻ യാത്ര കടന്നുപോവുക. കൊൽക്കത്തയിലെ ഭാരത് സേവാശ്രം സംഘയിലും ശ്രീ ഷാ സന്ദർശനം നടത്തി.
യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെ വിദേശ സ്ഥാനപതി കാര്യാലയങ്ങളിൽ നിന്നുള്ള 24 പ്രതിനിധികൾ അടങ്ങുന്ന സംഘം ഇന്ന് ജമ്മു കശ്മീർ സന്ദർശിക്കും. ശ്രീനഗറിൽ പര്യടനം നടത്തിയ ശേഷമാണ് സംഘം ജമ്മു സന്ദർശിക്കുന്നത്. ജമ്മു കശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയെയും സംഘം സന്ദർശിക്കും. ജില്ലാ വികസന കൌൺസിലിലേക്ക് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുമായി പ്രതിനിധികൾ ആശയവിനിമയം നടത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ദിശയുടെ 1056 ബന്ധപ്പെടാം. രാജ്യത്ത് ഇതുവരെ 94 ലക്ഷത്തിൽ പരം പേർക്ക് കോവിഡ് വാക്സിൻ നൽകിയതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ഒരു റിപ്പോർട്ട്. കോവിഡ് വാക്സിൻ സ്വീകരിച്ചതിൽ 65 ലക്ഷത്തിലധികവും ആരോഗ്യ പ്രവർത്തകരാണ്. അതിനിടെ രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 97.32%. കഴിഞ്ഞ 24 മണിക്കൂറിൽ 12,000-ഓളം പേരാണ് രോഗമുക്തരായത്. ഇതുവരെ 1,07,00,000 പേർ രോഗമുക്തി നേടിയിട്ടുണ്ട്. 24 മണിക്കൂറിൽ 12,000-ൽ പരം പുതിയ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ 1,36,000 പേരാണ് ചികിത്സയിലുള്ളത്. 1,09,00,000-ൽ പരം പേർക്ക് കോവിഡ്-19 ബാധിച്ചു. കേരളത്തിൽ ഇന്നലെ 4,892 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 6.99% രോഗസ്ഥിരീകരണ നിരക്ക്. ന്യൂസ് ഡെസ്ക് ആകാശവാണി. കോവിഡ് നിയന്ത്രണം സംബന്ധിച്ച രാജ്യാന്തര ശില്പശാലയ്ക്ക് ഇന്ത്യ ഇന്ന് ആതിഥ്യം വഹിക്കും. കോവിഡ് നിയന്ത്രണം അനുഭവങ്ങൾ മുമ്പിലുള്ള മാർഗങ്ങൾ എന്നതാണ് ചർച്ചാ വിഷയം. പാകിസ്ഥാനും ശ്രീലങ്കയും അഫ്ഗാനിസ്ഥാനും ഉൾപ്പെടെ 10 രാജ്യങ്ങൾ പങ്കെടുക്കും. കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി അധ്യക്ഷത വഹിക്കും. ലോകത്ത് ഇതുവരെ 11 കോടിയിലധികം പേരിൽ കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ചു. 24 ലക്ഷത്തിലധികം പേർ മരണമടഞ്ഞു. 2,26 ലക്ഷത്തിലധികം പേർ നിലവിൽ കോവിഡ് ബാധിച്ച് ചികിത്സയിലുണ്ട്. പശ്ചിമബംഗാളിലെ മുർഷിദാബാദിൽ റെയിൽവേ സ്റ്റേഷനിലുണ്ടായ നാടൻ ബോംബ് സ്ഫോടനത്തിൽ പശ്ചിമബംഗാൾ തൊഴിൽ സഹമന്ത്രി സഖി ഹുസൈനും ഏതാനും തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർക്കും പരിക്ക്. ഇടതു കൈക്കും കാലിനും ഗുരുതരമായി പരിക്കേറ്റ ഇദ്ദേഹത്തെ കൊൽക്കത്തയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാർട്ടി യോഗത്തിൽ പങ്കെടുക്കാനായി നിംതിത റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കയറാൻ തുടങ്ങവെയാണ് അജ്ഞാതൻ ബോംബെറിഞ്ഞത്. കേരളത്തിൽ മെട്രോമാൻ ഇ ശ്രീധരൻ ബിജെപിയിൽ ചേർന്ന് പ്രവർത്തിക്കും. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചതാണിത്. വിജയ് യാത്രയിലെ ചടങ്ങിൽ ഇ ശ്രീധരൻ ബിജെപിയിൽ ചേരുമെന്ന് അദ്ദേഹം അറിയിച്ചു. ജപ്പാന്റെ നവോമി ഒസാക്ക ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ കടന്നു. ഇന്ന് നടന്ന സെമിയിൽ അമേരിക്കയുടെ സെറീന വില്യംസിനെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തോൽപ്പിച്ചാണ് ഒസാക്കയുടെ വിജയം. സ്കോർ 6-3, 6-4. മറ്റൊരു സെമിയിൽ അമേരിക്കയുടെ 22ാം സീഡ് ജെനിഫർ ബ്രാഡി ചെക്ക് റിപ്പബ്ലിക്കിന്റെ കരോളിന മുച്ചോവയെ നേരിടുകയാണ്. പുരുഷ സിംഗിൾസ് സെമിയിൽ 8 തവണ കിരീടം നേടിയ നൊവാക് ജോക്കോവിച്ച് റഷ്യയുടെ അസ്ലൻ കരാട്സേവിനെ നേരിടും. ISL ഫുട്ബോളിൽ ഇന്ന് ചെന്നൈയിൻ FC നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടും. മത്സരം രാത്രി 7:30. ഇന്നലെ നടന്ന ഗോവ ഒഡീഷ മത്സരത്തിൽ ഗോവ 1-നെതിരെ 3 ഗോളുകൾക്ക് വിജയിച്ചു. ഗുജറാത്തിൽ 6 മുതൽ 8ാം തരം വരെയുള്ള വിദ്യാർത്ഥികൾക്കുള്ള ക്ലാസുകൾ ഇന്ന് പുനരാരംഭിച്ചു. അതേസമയം കണ്ടെയ്ൻമെന്റ് സോണുകളിലെ സ്കൂളുകൾ തുറക്കില്ല. സ്കൂളുകളിൽ ഹാജർ നിർബന്ധമായിരിക്കില്ല എന്നും വീടുകളിലിരുന്ന് ക്ലാസുകളിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർക്ക് ഓൺലൈൻ ക്ലാസുകൾ തുടരുമെന്നും സർക്കാർ അറിയിച്ചു. ഒഡീഷ നിയമസഭയുടെ ബജറ്റ് സമ്മേളനം ഇന്ന് ആരംഭിക്കുകയാണ്. ബജറ്റ് ഉൾപ്പെടെ പ്രധാനപ്പെട്ട എല്ലാ സഭാരേഖകളും ഡിജിറ്റൽ രൂപത്തിലായിരിക്കും ലഭ്യമാക്കുകയെന്ന് സ്പീക്കർ ഡോക്ടർ സൂര്യനാരായൺ പത്രോ പറഞ്ഞു. ഇന്ത്യയിൽ നിർമ്മിച്ച കോവിഡ് വാക്സിനുകൾ 25 രാജ്യങ്ങൾക്ക് വിതരണം ചെയ്തു കഴിഞ്ഞതായും മറ്റ് 49 രാജ്യങ്ങളിലേക്ക് കൂടി ഇത് ലഭ്യമാക്കുമെന്നും കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അറിയിച്ചു. ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതിയുടെ തുറന്ന ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോകത്ത് ക്രമം തെറ്റി നടക്കുന്ന കോവിഡ്-19 വാക്സിൻ വിതരണത്തെ രൂക്ഷമായി വിമർശിച്ച് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുറ്ററസ്. എല്ലാ രാജ്യത്തെയും എല്ലാ പൌരന്മാർക്കും പ്രതിരോധ കുത്തിവയ്പ് ഏറ്റവും വേഗം ലഭിക്കാൻ ആഗോള പരിശ്രമം ആവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. അസമിൽ വടക്കു കിഴക്കൻ മേഖലയെ പരസ്പരം ബന്ധിപ്പിക്കുന്ന വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം തുടക്കം കുറിക്കും. കേരളത്തിൽ ഊർജ്ജ നഗര മേഖലകളിലെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നാളെ നിർവഹിക്കും. വിദ്യാർത്ഥികളുമായുള്ള പരീക്ഷാ പേ ചർച്ചയിൽ അധ്യാപകരും രക്ഷകർത്താക്കളും പങ്കെടുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ ജന്മവാർഷിക ദിനത്തിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ ആത്മീയാചാര്യന് പ്രണാമമർപ്പിച്ചു. രാജ്യത്ത് 94 ലക്ഷത്തിൽ പരം പേർക്ക് കോവിഡ് വാക്സിൻ നൽകിയതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. രോഗമുക്തി നിരക്ക് 97.3%. ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസിൽ ജപ്പാന്റെ നവോമി ഒസാക്ക ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AAR_News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.